എൻ്റെ പേര് സാം ചെറിയാൻ. ഞാൻ ചെന്നിത്തലയിലെ കൃഷിഭവൻ്റെ നല്ലൊരു കർഷകനാണ്. വർഷങ്ങളായിട്ട് അവാർഡുകളൊക്കെ ഒത്തിരി മേടിച്ചു. VFC മേടിച്ചു, ചേതന മേടിച്ചു. അങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. സ്വന്തമായിട്ടാണ് കൂടുതലും ജോലികൾ ചെയ്യാറുള്ളത്. ഈ വരമ്പൊക്കെ ഞാൻ തന്നെ കുത്തിയിരിക്കുന്നത്. കണ്ടെത്തി വിതയ്ക്കാനിറങ്ങും, വളവിടാനിറങ്ങും, മരുന്നടിക്കാനിറങ്ങും. എനിക്ക് ഈ കാണുന്ന 5 ഏക്കർ അപ്പുറത്തോടെ കിടക്കുന്ന ഈ 5 കണ്ട കൂടെ 5 ഏക്കറുണ്ട്. ഈ 5 ഏക്കറിലെ കൃഷിയാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 1,30,000 രൂപ ലാഭം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃഷി ചിലവ് കൂടുതലായതുകൊണ്ട് സാധാരണ രീതിയിൽ നെല്ലിൻ്റെ താങ്ങുവിലയൊന്നും വർദ്ധിപ്പിക്കാതിരിക്കുന്നതുകൊണ്ടും കർഷകന് പൊതുവെ കൃഷി ഒരു നഷ്ടത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടാതെ പ്രകൃതി ക്ഷോഭം കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം ഉണ്ടായ വരൾച്ച കൊണ്ട് ഒത്തിരി നെല്ല് നഷ്ടപ്പെടുകയും, അതായത് പതിരായിപ്പോയി. നെല്ല് പരാഗണം നടക്കേണ്ട സമയത്ത് ഏതാണ്ട് 34 ഡിഗ്രി ചൂടായിരുന്നു. ആ സമയത്തെ കൃഷിക്ക് നമുക്ക് വളരെയധികം നഷ്ടം നേരിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കർഷകർ കൂടുതലും ഞങ്ങളെപ്പോലുള്ളവർ, എനിക്കിപ്പോൾ വയസ്സ് 65 ഞങ്ങളെപ്പോലുള്ള ഏതാനും കുറച്ച് പ്രായമുള്ള കർഷകരാണ് ഇപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇത് 145 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ചെന്നിത്തലയിലെ 9ാം ബ്ലോക്ക് വെട്ടത്തേരി എന്ന് പറയുന്ന പാടശേഖരമാണ്. ഞങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കുഴപ്പമില്ലാതെ പോകുന്നു. ഞങ്ങൾ കുടുംബമായിട്ടും കൃഷി ചെയ്ത് തന്നെ കുടുംബം നിലനിർത്തി പോകുന്ന, ഇന്നത്തെ മീഡിയം ക്ലാസ്സിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന, കൃഷി കൊണ്ട് തന്നെ പോകുന്നതാണ്. 2,80,000 രൂപയുടെ പച്ചക്കറി ഇത് കൂടാതെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിലും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അധ്വാനിച്ച് തന്നെ കാർഷിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ, പുതിയ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിൽ അതും നമ്മൾ പരീക്ഷിച്ചും അത് നമ്മുടെ കൃഷിയിൽ വിജയിപ്പിച്ചും നമ്മൾ മുമ്പോട്ട് പോകുന്നു. കൂടാതെ ഈ നെല്ലിനകത്തുണ്ടാകുന്ന വരി, ഇതിപ്പോൾ വിതയാണ്, അപ്പുറത്തേതൊക്കെ നടിച്ചിലാണ്. അപ്പോൾ ഈ ഇതിനകത്ത് വരിനെല്ലിൻ്റെ ശല്യം കൂടുതലുണ്ട്. ഈ വരിനെല്ല് നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വരിനെല്ല് നശിപ്പിക്കുന്ന ഒരു മെഷീൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്കതിന് വലിയ അംഗീകാരം കിട്ടിയതും. വരിനെല്ലെന്ന് പറയുന്നത് കളയാണോ? നെല്ലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് വരി എന്ന് പറയുന്നത്. അത് നമ്മൾ കതിര് വരുമ്പോഴേ അറിയാം. അല്ലാതെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചത് വളർച്ചയുടെ ദുരിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കും. കാര്യം ഇതിന് വളർച്ച ഇച്ചിരി ഗ്രോത്ത് കൂടുതലായിരിക്കും, നീളം കൂടുതലായിരിക്കും. അപ്പം നെല്ല് നിരക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വരിനെല്ല് കതിര് വരും. അതായത് 90 ദിവസം മൂപ്പുണ്ടെങ്കിൽ വരിനെല്ല് കതിര് വരും. ഇത് 110 ദിവസമുള്ള ജ്യോതി നെല്ലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കതിരെല്ലാം വന്നു കഴിയുമ്പോൾ ഒരു വൈറ്റ് വീപ്പറാണ്. അതുകൊണ്ട് നമ്മൾ ഈ വരിനെല്ലിനെ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. മിഷൻ കൈവശം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കള നശിപ്പിക്കും. അങ്ങനെ നിയന്ത്രിച്ച് നമുക്കിപ്പോൾ വരിനെല്ലില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ ആ രീതിയിൽ ഈ കൃഷി മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മൂട് കുറച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. 8 പറ വിത്ത് വെച്ച് ഞാൻ ഏക്കറിന് വിതച്ചിട്ടുള്ളൂ. ഇതിൻ്റെ പോരായ്മയുള്ളത് ഇതേപോലെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം തിക്കം ഉണ്ടാകില്ല, നെല്ലിന് വലിയ കേടുണ്ടാകത്തില്ല. പിന്നെ 2 വർഷമായിട്ട് വൈറസ് രോഗം വന്നിട്ട് നെല്ല് കുരുടിക്കൽ, അതായത് നമ്മൾ അറിയില്ല, അടിക്കണ വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. കതിര് വരാതെ നെല്ല് മണ്ടയടച്ച് കുടത്തിലിരുന്ന് നശിച്ചു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് വന്നിട്ട് വളരെയധികം നഷ്ടം ഈ ഭാഗത്ത് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.